കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹമാണ്. നമ്മുടെ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുക. COVID-19 എന്ന പകർച്ച വ്യാധിയുടെ ഫലമായി ലോകമെമ്പാടും ഒരു പ്രതിസന്ധിയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അതിനാൽ നമുക്ക് ഒരുമിച്ച് കൂടി വേദപഠനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഓൺലൈനിലൂടെ ഈ ക്ലാസുകൾ ക്രമീകരിക്കാനായിട്ട് നാം ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഈ ഓൺലൈൻ ക്ലാസുകൾ വേദപുസ്തകം ശരിയായി പഠിക്കുന്നതിനും അതോടൊപ്പം കർത്താവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും മുഖാന്തരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവും. എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കും. നമ്മുടെ സൺഡേ സ്കൂളിന്റെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംരംഭമാണ് ഇത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുന്നു. ഈ ക്ലാസുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്കും അറിവിനും ഒക്കെ സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സംരംഭം കൂടുതൽ വിജയകരമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, നിന്റെ മക്കളാകുന്ന ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തു. അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങളെ സുരക്ഷിതമായി കാത്തുപരിപാലിക്കുന്നതിനായിട്ട് നന്ദി. പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളുമുള്ള ഒരു ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ ഞങ്ങളെ സുരക്ഷിതമായി തുടർന്നും കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൊറോണ എന്ന മാരക വിപത്തിൽപ്പെട്ട് ഭയത്തിലും ആശങ്കയിലും കഴിയുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ഭയത്തിനും ഞങ്ങളുടെ ദുരിതങ്ങൾക്കും എല്ലാം അവിടുന്ന് അറുതി വരുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരായ ഞങ്ങളാൽ അസാധ്യമായ കാര്യങ്ങൾ നിന്നാൽ സാധ്യമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുന്ന് ലോകത്തെ സൗഖ്യമാക്കുകയും ഈ രോഗത്തിൽ നിന്ന് ജനങ്ങളെ മുഴുവൻ രക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നടക്കുന്ന എല്ലാ സംരംഭങ്ങളും വിജയകരമായി തീരുവാൻ ഇടയാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സൺഡേ സ്കൂളിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആരംഭിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും ഞങ്ങളുടെ അധ്യാപകരെയും നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ ക്ലാസ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന്, വളർച്ചയ്ക്ക്, ആത്മീയമായ ഉണർവിനൊക്കെ മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിന്റെ ആലോചനയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ഉണ്ടാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ കൊറോണ കാലത്ത് നാം എല്ലാവരും വീട്ടിൽ ആയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സൺഡേ സ്കൂൾ പഠനം ഇങ്ങനെയെങ്കിലും നടക്കുവാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് സൺഡേ സ്കൂൾ പാഠങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ കൊറോണ എന്ന മഹാമാരി എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ അവിടുന്ന് കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ അച്ഛൻ, കുടുംബം, ഞങ്ങളുടെ സമൂഹം എല്ലാവരും അനുഗ്രഹിക്കണം.
ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ആഴമായി പതിയുന്നതിനും അത് ഞങ്ങൾക്ക് ഏവർക്കും പ്രയോജനപരമായി തീരുന്നതിനും ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ സൺഡേ സ്കൂളിന്റെ 6ാമത്തെ പാഠം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്ക് പഠിക്കാൻ പോവുകയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായി മെസ്സേജ് വഴിയോ ഓഡിയോ ക്ലിപ്പ് വഴിയോ അറിയിക്കുക. നിങ്ങൾ ഈ ആഴ്ച തരുന്ന വാക്യമെല്ലാം പഠിച്ച് അടുത്ത് നമ്മൾ പാഠങ്ങൾ പഠിക്കുമ്പോൾ ബൈ ഹാർട്ടായി അറിയിക്കാം. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. Today we are going to study the 6th lesson, the truth, the way, the truth and the life. All of you listen. Okay? First, the aim of this lesson is know that Jesus Christ is the truth, the life and the way to salvation. Okay? The next one is what can I learn from life? About this term, there are 3 questions arising. The first question is, what should be the reaction of a child of God to the saying, "End justifies the means"? Answer: for a Christian, the means is as important as the end. The second question: what are we seeking by admitting our ignorance and limitations before God? By admitting our ignorance and limitations before God, we thirst for wisdom. Third question: have we really understood who Jesus is? Answer: yes, we really understood that Jesus is our Savior. He is the way, the truth and the life. The next we are going to see is the given Bible passage. The given passages are the Gospel according to St. John, chapter 13 verses 33 and chapter 14 verses 1 to 7. Now I am ready. My children, I will be with you only a little longer. You will look for me, and just I told the Jews. So I tell you now, where I am going, you cannot come. The chapter 14, verses 1 to 7. Do not let your hearts be troubled. You believe in God, believe also in me. My Father's house has many rooms. If that were not so,
Would I have told you that? I am going there to prepare a place for you. And if I go and prepare a place for you, I will come back and take you to be with me, that you also may be where I am. You know the way to the place where I am going. Thomas said to him, Lord, we don't know where you are going, so how can we know the way? Jesus answered, I am the way and the truth and the life. No one comes to the Father except through me. If you really know me, you will know my Father as well. From now on you do know him and say, have seen him. Shall we go through a little discussion about this passage? These are the words said by Jesus to his disciples during the Passover feast. Mentioned if Jesus lives there and goes to heaven, his mission is to be carried out by his disciples. Jesus said these words in order to get his disciples all set. Jesus says, let not your hearts be troubled. My Father's house has many rooms. I am going there to prepare a place for you. Jesus mentioned his Father's house to be heaven. Jesus says, I will come back and take you with me. It is a sure thing that Jesus would come back again to get together his flock as like he went to heaven. This is the belief that every believer should have. Jesus says that he is the way to the Father and heaven. Nobody reaches God except through him. Thomas said to him, Lord, we don't know where you are going, so how can we know the way? Jesus answered, I am the way, the truth, and the life. The next one we are going to study is the acquaintance with the passage. About this, the first question is, why did Jesus tell his disciples, do not your hearts be troubled? Jesus told his disciples, my children, I will be with you only a little longer. Where I am going, you cannot come, so that your hearts not let be troubled. The second question, what are the two important things Jesus said that confused his disciples? First, I go and prepare a place for you. The second one, you may know the place where I am going are the two important things Jesus said that confused his disciples. Third question, what did Thomas ask Jesus? Thomas asked Jesus, Lord, we don't know where you are going, so how can we know the way? The fourth question, what answer did Jesus give Thomas? Jesus answered Thomas, I am the way, the truth, and the life. The key word of this lesson is Father's house, means place of divine presence or heaven. Next, we are going through the activities of this lesson. The first question is, what does Jesus answer Thomas prove Jesus to be? What are the three ideas in it? The answer means that the only way to the Father is through Jesus Christ. Way, truth, and life. The second question is, why is Jesus Christ the way?
Way is not a geographical term. It means that Jesus is the way to God and the kingdom of God. He is not only the way but also the gate. He has become a bridge between God and man. To know the way means to know Jesus. The way of the cross, which is full of sufferings, is Jesus' way. It is the way to success through the path of humility. The third question is, why is Jesus the truth? Jesus is truly the Savior described in the Word of God. He is the fulfillment of the prophecies in the Old Testament. It is the truth of idea and personality that is indicated here. Truth also refers to the ultimate reality that is God. How is Jesus the life? Jesus is the life come from God to save mankind from sin and eternal death. He is the true light that gives life to every man. He gave his life to those dead in sin, and his spirit gave them strength. Jesus is the true life. We should know Jesus, who is the source of eternal life, capable of enlivening everyone. Jesus is the spring of truth and life. When we are closely related to this spring, the rich blessings of abundant life are poured into our soul. To live Jesus is the noblest life. What should we do on the basis of this text? Believe in Jesus Christ and accept Him as our personal Savior and Lord. He is the only way, truth, and life. My decision. We live in a world where there are many ways to attain happiness. There are many teachings and many faiths. But the Word of God reminds us that Jesus is the only way, truth, and life. You everyone personally take a decision and ask yourself to write it down in the space provided. The memory verse of St. John chapter 14 verse 6. Jesus answered, I am the way and the truth and the life. No one comes to the Father except through me. Now we are going to the second week of this lesson. Review question. What is Jesus' reply to Thomas? If you really know me, you will know my Father as well. From now on you do know Him and see Him. If you really know me, you will know my Father as well. From now on you do Him. You do know Him and have seen Him. How is Jesus the way, the truth, and the life? Jesus said, I am the way, the truth, and the life. No one comes to the Father except through me. നിങ്ങൾക്ക് ചെയ്യാനുള്ള രണ്ട് ആക്ടിവിറ്റിയാണ് തരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ മദർ തെരേസ ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് ലെസൺ. ജീസസ് ഈസ് ദ വേർഡ് ടു ബി സ്പോക്കൺ. Jesus is the truth to be told. Jesus is the way to be walked. Jesus is the light to be lived. Jesus is the life to be lived. Jesus is the love to be loved. Another question.
On the basis of our lesson, discuss Dr. Marentini's words, there is no journey without a way, there is no knowledge without truth, there is no existence without life. ഇത് നിങ്ങൾ എഴുതി വയ്ക്കുക, ഞാൻ പിന്നീട് അത് കറക്റ്റ് ചെയ്തായിരിക്കും. The Mamara Versa, the second one is the book of Acts, chapter 4, verses 12. Salvation is found in no one else, for there is no other name under heaven given to mankind by which we must be saved. നമ്മുടെ ആറാമത്തെ പാഠത്തിൻ്റെ ഫസ്റ്റും സെക്കൻഡും വീക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരിട്ട് പഠിക്കുന്ന മാതിരി ആയിരിക്കില്ല ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്നെ അറിയിക്കുക. ഇത്ര നേരം കേട്ടിരുന്നതിനായി നിങ്ങൾക്കെല്ലാം നന്ദി. നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനാദിയായ സർവ്വശക്തനായ അതായത് ഞങ്ങൾ പാഠം പഠിക്കുവാനായി തന്ന ക്രമീകരണത്തിനായി നന്ദി. ഞങ്ങൾ പാഠങ്ങളെല്ലാം പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന. ഓക്കെ ഫ്രണ്ട്സ്. ഹലോ കുഞ്ഞുങ്ങളെ, ടീച്ചർ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ഭവനങ്ങളിലിരുന്ന് പഠിച്ച് ടീച്ചർ പറഞ്ഞതുപോലെ ആ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബുക്കിൽ അത് ഫില്ലപ്പ് ചെയ്യുക. എന്നിട്ട് ആ ടെസ്റ്റിൻ്റെ ആ ഭാഗം നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ അയയ്ക്കുക. അതുപോലെ തന്നെ മെമ്മറി വേർഡ്സും നിങ്ങൾ പഠിച്ച് വോയിസ് മെസ്സേജായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അയയ്ക്കുക. അപ്പോൾ അത് ഞങ്ങൾ വായിച്ച് അത് കേൾക്കുവാനും അത് കാണുവാനും ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെല്ലാം പഠിച്ചു, ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ശ്രദ്ധയോടെ കേട്ടനുസരിച്ച് ചെയ്തല്ലോ. അത് ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും അതാത് ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് കൈ ഊപ്പി ഇരിക്കുക. കാരുണ്യവാനും കൃപ നിറഞ്ഞതുമായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. ഓൺലൈനായിട്ട് ദൈവമേ സൺഡേ സ്കൂളിലെ ക്ലാസ്സുകളൊക്കെയും കുഞ്ഞുങ്ങൾ കേട്ടു. അതവരുടെ ജീവിതത്തിൽ നല്ല ഒരു അനുഭവമായി തീരുവാൻ തക്കവണ്ണം ഓരോ കുഞ്ഞുങ്ങൾക്ക് ഇടയാകട്ടെ. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച ദൈവം ഞങ്ങളുടെ വലിയ മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരും അത്ഭുതകരമായിട്ട് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാടാ, ഈ ക്ലാസ്സുകൾ കേട്ട എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ ഒരുപോലെ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ ഇത് കേട്ടനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെ ഒരുപോലെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ.